നമസ്കാരം, ഏവർക്കും ലിലു പ്രേംസ് കോർണറിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടിൽ വിരിഞ്ഞ നൈറ്റ് ബ്ലൂമിങ് ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഒരു ചെടിയെക്കുറിച്ചാണ്. നൈറ്റ് ബ്ലൂമിങ് ജാസ്മിൻ, ഇതിനെ പല പേരുകളിലും ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. രാത്രി മുല്ല എന്നും നിശാറാണി എന്നും അതുപോലെ തന്നെ ക്യൂൻ ഓഫ് ദ നൈറ്റ് എന്നും ഹസ്ന ഹന എന്നും ലേഡി ഓഫ് ദ നൈറ്റ് എന്നും എന്നീ പേരുകളിലൊക്കെ ഇത് ചെടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നല്ല ബഞ്ചായിട്ടാണ് പൂ പൂക്കുന്നത്. നല്ല കൊലയായിട്ട് പൂ പൂക്കുന്നത്, നല്ല ഭംഗിയാണ് കാണാൻ. ഇത് നിറയെ പൂ ഉണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ അതെല്ലാം പൊഴിഞ്ഞു പോയി. അപ്പോൾ ഇതിൻ്റെ പൂവ് രാത്രിയാണ് വിരിയുന്നത്, പകലങ്ങനെ വിരിയാറില്ല. ഇതിപ്പോൾ ഈ പൂവിൽ കണ്ടോ, നന്നായി വിരിഞ്ഞിട്ടില്ല, കണ്ടോ, അറ്റം ഒരുമാതിരി കൂമ്പി നിൽക്കുന്നതുണ്ടോ. അപ്പം അത് നന്നായിട്ട് വിരിഞ്ഞിട്ടുള്ള ഫ്ലവർ ഉണ്ടെങ്കിൽ ഞാനത് കാണിക്കാം, ഉണ്ടെങ്കിൽ അത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് രാത്രി 7:30-ക്ക് ശേഷമാണ് വിരിയുന്നത്. പക്ഷേ ഇതിനേക്കാളും ഇതിൻ്റെ മണം, സുഗന്ധം ഭയങ്കര സുഗന്ധമാണ് കേട്ടോ. ഒരു ലെമണിൻ്റെയൊക്കെ ഒരു സുഗന്ധം, അതുപോലെ നാരങ്ങയുടെ ഒരു മണം പോലെയൊക്കെയാണ്. അപ്പോൾ ഇത് വിരിയുന്നത് വർഷത്തിൽ 3 തവണയൊക്കെ ഇതുപോലെ വിരിയും. ഇത് വിരിയും. ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റാണ്. ഇപ്പോൾ ഇത് മറ്റ് ട്രോപ്പിക്കൽ റീജിയൻസിലോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സസ്യം, അതായത് നിശാറാണി അല്ലെങ്കിൽ രാത്രി മുല്ല എന്നറിയപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് സോലിനേസി ആണ്. അപ്പോൾ സോലിനേസി ഫാമിലിയിൽപ്പെട്ട, കുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണ് നമ്മുടെ രാത്രി മുല്ല അല്ലെങ്കിൽ നിശാറാണി അല്ലെങ്കിൽ നൈറ്റ് ബ്ലൂമിങ് ജാസ്മിൻ. ഇത് 4 മീറ്ററോളം ഹൈറ്റിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ്. 4 മീറ്ററോളം ഹൈറ്റിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ്. കണ്ടോ, ഞാൻ കാണിക്കാം, ഫുള്ളും കാണിക്കാം. ഇതിൽ നിറയെ പൂവുണ്ടായിരുന്നു. അത് താഴെ നിന്ന് അത് സ്പ്രെഡ് ചെയ്താണ് വരുന്നത്. കണ്ടോ, എൻ്റെ ശിഖരങ്ങൾ സ്പ്രെഡ് ചെയ്താണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇന്നലത്തെ മഴയിൽ പൂവൊക്കെ പൊഴിഞ്ഞു പോയി. അപ്പോൾ ഇന്നലെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോ, അതുകൊണ്ടാണ് ഇന്നതിനെ കുറിച്ചിട്ടത്. അപ്പോൾ നന്നായിട്ട് വിരിയുന്ന, ഇനി അടുത്ത എപ്പോഴെങ്കിലും നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഇലയുടെ പ്രത്യേകത ഉണ്ടോ, ഇലയുടെ പ്രത്യേകത ഉണ്ടോ, നല്ല പച്ചയാണ് ഇലയ്ക്ക്. പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി നീളമുണ്ട്, ഇച്ചിരി നീളമുള്ള ഇല ആണ്, കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും പൂ നന്നായിട്ട് വിടർന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കട്ടെ. ഞാൻ അതിൻ്റെ ഫോട്ടോ ഇട്ടുതരാം. ഇതിലിപ്പോൾ അങ്ങനെ അതാ ഇവിടെ ഒരുവിധം ഇങ്ങനെ വരുന്നുണ്ട്, മറ്റേതെല്ലാം പൊഴിഞ്ഞു പോയി. കണ്ടോ, ഇവിടെ ഒരുവിധം നമുക്ക് അറിയാൻ പറ്റും. എല്ലാം പൊഴിഞ്ഞു പോയി കേട്ടോ, എല്ലാം പൂവും പൊഴിഞ്ഞു പോയി. മഴ പെയ്തപ്പോൾ എല്ലാം പൊഴിഞ്ഞു പോയി. ഓക്കെ, അപ്പോൾ നല്ല മനോഹരമാണ് ഇതിനെ കാണാൻ. ബഞ്ചായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല മനോഹരമാണ്, നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ. അപ്പം ഇതിന് പിന്നെ വേറൊരു പേര് അധിനിവേശ സസ്യമെന്നും പറയും. ഇതിന് അധിനിവേശ സസ്യമെന്നും പറയപ്പെടുന്നുണ്ട്. കാരണം ഇത് നാട്ടുചെടികളെ നശിപ്പിക്കും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. അതുകൊണ്ട് ഇതിന് അധിനിവേശ സസ്യമെന്നും പറയപ്പെടുന്നുണ്ട്. പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഒരു അലങ്കാര ചെടിയായിട്ട് വളർത്താം. അപ്പോൾ ഇതിൻ്റെ മണം, നല്ല മണമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ, നല്ല മണമാണ്. പിന്നെ കാണാൻ നല്ല ബഞ്ചായിട്ട് പൂക്കുന്നത് കൊണ്ട് അത് വളരെ മനോഹരമാണ് കാണാൻ. അതിൻ്റെ പൂവിൻ്റെ കളറ് കണ്ടോ, ക്ലിയർ വൈറ്റ് അല്ല, അതൊരു ഓഫ് വൈറ്റ്.
ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ നമുക്കിതിനെ ഒരു അലങ്കാര ചെടിയായിട്ടൊക്കെ നട്ട് വളർത്താം. അപ്പം ഈ ചെടി ഇഷ്ടമായവർ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ, മേടിക്കാൻ കിട്ടുകയാണെങ്കിൽ മേടിച്ച് വെക്കുക കേട്ടോ. അപ്പം ഇനി ഒരു വീഡിയോയിൽ എപ്പോഴെങ്കിലും നന്നായിട്ട് പൂത്ത് നിൽക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ ഷെയർ ചെയ്യാം കേട്ടല്ലോ. കിട്ടുന്നവർ വാങ്ങി വയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ നൈറ്റ് ബ്ലൂമിങ് ജാസ്മിൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. കണ്ടോ, ഈ ചെടിയുടെ, അതായത് നൈറ്റ് ബ്ലൂമിങ് ജാസ്മിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് സെസ്ട്രം നൊക്റ്റേണം എന്നാണ്. അപ്പോൾ അത് പറയാൻ വിട്ടുപോയി, അതുകൊണ്ട് അതുകൂടെ ചേർക്കുകയാണ്. ഓക്കെ.